മടി പിടിച്ച് വീട്ടിലിരിക്കുവാൻ, ഒരു ജോലിയും ചെയ്യാതിരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചത് ധൂർത്തടിക്കുവാൻ ദൈവവചനത്തിലെ പല വാക്യങ്ങളും പലരും കോട്ട് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം നാളെയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്ന് പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നാളെയുടെ ആവശ്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് ദൈവം നമ്മെ ഏൽപ്പിച്ച ധനത്തിൽ നിന്ന് അല്പം മാറ്റിവെക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, ദൈവം കരുതിക്കൊള്ളും. അതെ, ദൈവം കരുതുവാൻ വിശ്വസ്തന. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ആലസ്യ മനോഭാവത്തോടെ ധൂർത്തടിക്കണമെന്ന് അവിടെ അർത്ഥമില്ല. യേശുക്രിസ്തു തന്നെ തന്റെ അടുക്കൽ വന്ന ജനത്തിന് ഭക്ഷിപ്പാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം 12 കൊട്ടയായും 7 വട്ടിയായും ശേഖരിച്ചെടുത്തത് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം അക്കൗണ്ടബിൾ ആകണമെന്നതാ. ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. ഇത്രയധികം ജനം തിന്ന് തൃപ്തിയായതിനു ശേഷം ബാക്കി വന്നതങ്ങ് കളഞ്ഞേക്കാൻ ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ധനം മുഴുവനും ധൂർത്തടിച്ച് തീർക്കുവാനുള്ളതല്ല, നാളേക്ക് വേണ്ടി അല്പം മാറ്റിവെക്കണമെന്ന് ദൈവവചനത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന നാം ഒരിക്കലും അവിശ്വാസിയേക്കാൾ അധമനാകരുത് എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് ഉപയോഗിക്കുവാൻ തരുന്ന ധനത്തിൽ ആശ വെച്ച് ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുന്നതിനെ ദൈവവചനം വളരെ ശക്തമായി എതിർക്കുന്നു. ദൈവിക വിഷയവുമായി സമ്പന്നമാകേണ്ടുന്നതിന്റെ ആവശ്യകത യേശുക്രിസ്തു തന്നെ പറയുന്നത് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ദ്രവ്യാഗ്രഹത്തെ വിട്ടൊഴിയണമെന്ന് ഉപമയിലൂടെയെല്ലാം യേശുക്രിസ്തു അവിടെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്കുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ വിചാരപ്പെടേണ്ട, പറവകളെ പോലും പോറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവിടെ പറഞ്ഞു വെക്കുകയും. അതിന്റെ അർത്ഥം പറവകൾ തങ്ങളുടെ കൂടുകളിലുള്ള കുഞ്ഞു കിളികൾക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കരുത് എന്നല്ല. ഇവിടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾ കാണുമെന്നാണ് ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ദൈവവചനം ഉള്ളത് കൊണ്ട് പറവകളെ പുലർത്തുന്ന ദൈവം എന്നെയും പുലർത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് ഒരു ജോലിക്കും പോകാതെ, ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഓരോ വ്യക്തിയെയും മടിയനാക്കുവാൻ ഉദ്ദേശിച്ചല്ല ദൈവം ഈ വചനം എഴുതി വെച്ചത്. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തോടുള്ള ആശ്രയമാണ്. സദൃശ്യവാക്യങ്ങൾ 6-ന്റെ 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാതെ ധൂർത്തടിക്കുന്ന, പാഴാക്കി കളയുന്ന, നമ്മോട് സംസാരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്: മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. പ്രിയ ദൈവവേദലേ, പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദാരിദ്ര്യം, ബുദ്ധിമുട്ട് ഈ ദൈവവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറയുന്നതിന് പകരം ദൈവം പറഞ്ഞതുപോലെ ജീവിപ്പാൻ നാം ചുവടുകൾ വെക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാം ദൈവം നോക്കിക്കോളും
ചെയ്തോളുമെന്ന് പറഞ്ഞ് മടിപിടിച്ചിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുവാനും പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതുപോലെ നാളെയുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്പം കരുതി വെക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സമ്പത്തിൽ ആശ്രയിക്കുന്നതിനെ ദൈവം വളരെ വ്യക്തമായി എതിർക്കുന്നു. ആശ്രയം ദൈവത്തിലാകണം, യേശുവിലാകണം. എന്നാൽ ദൈവം നമ്മിൽ ഏൽപ്പിക്കുന്ന സമ്പത്ത് കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദൈവവിഷയവുമായി നാം സമ്പന്നമാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മെ വഴി നടത്തുന്ന, നമ്മെ ബുദ്ധി ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുന്നത്. മാനുഷികമായി ബുദ്ധിപരമായി എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോയി എന്ന് അല്പനാളുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇന്നു മുതൽ മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം ദൈവശബ്ദത്തിന് കാതോർക്കുന്നെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതയാത്രയിൽ തളടിയായി പോകാതെ, കാലിടറാതെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവവേദനയെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തത കാണിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തല ഉയർത്തിപ്പിടിച്ച് പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ, ദൈവവചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവിഷയമായി സമ്പന്നരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനം ഒരു അനുഗ്രഹമാകട്ടെ. ദൈവവിഷയ സംബന്ധമായി സമ്പന്നരാകുവാൻ ഈ ജനത്തെ സഹായിക്കുമാറാകണം. ഇവരായിരിക്കുന്ന ദേശത്ത് ഇവർ ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനമഹത്വം അങ്ങയ്ക്ക്, സകല നസറനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. പ്രിയ ദൈവത്തിലെ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ദൈവവിഷയ സംബന്ധമായി സമ്പന്നരാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേൽപ്പിക്കുന്ന ധനത്തിലും മറ്റെല്ലാറ്റിലും അക്കൗണ്ടബിൾ ആകുവാൻ, വിശ്വസ്തരാകുവാൻ, വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.